എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തൃശ്ശൂർ വഴി പോരുമ്പോൾ ഇവിടെ നിന്ന് കയറിയതാണ് കേട്ടോ. കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ്. പലർക്കും അറിയാം, തൃശ്ശൂരുകാർക്ക് പലർക്കും അറിയാം. എങ്കിലും നിങ്ങൾക്കൊന്ന് വീഡിയോ കാണിച്ചിട്ടാണ്. നല്ല സിമ്പിൾ സ്ഥലം, ഉച്ചരിഞ്ഞ് വന്നിരിക്കാനൊക്കെ ആയിട്ട് പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ ആ ഭാഗത്തുള്ളവരേക്കും ഒരുപാട് പേര് പോയിട്ടുണ്ടാവും. പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ സ്ഥലം പുള്ള് എന്നാണ് അറിയപ്പെടുന്നത്. തൃശ്ശൂരിൽ പുള്ള് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടാവും. അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ ഓരോന്നിലും കയറുന്നതിന്റെ ചാർജ് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. കയാക്കിങ് പെർ ഹെഡ് 100 രൂപ, 2 പേര് മാത്രം. കുട്ടവഞ്ചി ഒരു ട്രിപ്പ് 300 രൂപ 4 പേർക്ക്. പെഡൽ ബോട്ട് ഒരു ട്രിപ്പ് 200 രൂപ 4 പേര്. കുട്ടവഞ്ചി ഒരു ട്രിപ്പ് 300 രൂപ 2 പേര് 3 കുട്ടികൾ മാത്രം. അങ്ങനെ പ്രത്യേക എല്ലാ കാര്യങ്ങളും അവർ ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കാണുന്നതാണ് കുട്ടവഞ്ചികൾ. ഈ പാലത്തമ്മോടെ കയറി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിലേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് ചെറിയ പടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ക്രോസ് ചെയ്തിട്ട് ഒരു പാലം അവിടെ കാണുന്നുണ്ട്. അങ്ങേ സൈഡിൽ ഫുള്ള് തട്ടുകടകളാണ്. ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ അവിടെ കിട്ടും. ഈ സൈഡിലേക്കും കുറച്ച് പുല്ലേക്കും പിടിച്ച് കിടപ്പുണ്ട്. അതിനിടയ്ക്ക് ബിഗ് ബോസിലെ ഒരു താരത്തിന്റെ ഒരു ഫ്ലെക്സ് ഒക്കെ അവിടെ നമ്മൾ കണ്ടു. സുരക്ഷയ്ക്ക് വേണ്ടുന്ന ലൈഫ് ജാക്കറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കയാക്കിങ്ങിന്റെ ബോട്ടും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു ഏരിയ. ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഉച്ചതിരിഞ്ഞാണ് ആളുകൾ കൂടുതലും വരുന്നത്. ഇടതുവശത്തായിട്ട് ഇപ്പോൾ ചെറിയൊരു ഗ്രില്ലൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇരിക്കാനുള്ള ബെഞ്ചുകളും കാര്യങ്ങളും അവിടെ ഞാൻ കണ്ടില്ല, കാര്യമായിട്ടൊന്നും കണ്ടില്ല. ഈ ഒരു സൈഡിൽ 1-2 ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കുമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ തൊട്ടടുത്തായിട്ട് അവിടെ ഒരു താമരപ്പാടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ അവർ സെറ്റാക്കി വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കാലക്രമേണ ഇവിടെയും കൂടി നല്ല ഭംഗിയാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഉച്ചതിരിഞ്ഞ് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് പ്രത്യേകം ഭംഗിയുള്ളത്. ഉച്ചതിരിഞ്ഞ് നമ്മുടെ സൂര്യാസ്തമയത്തിന്റെ സമയത്തൊക്കെ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ പറയുന്ന സ്ഥലത്ത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കുറച്ച് ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ വന്നാൽ നല്ല ഭംഗിയായിരിക്കും. അങ്ങകലയായിട്ട് കുറച്ച് നല്ല രീതിയിൽ വെച്ചിട്ടുള്ള തെങ്ങിൻ തോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ബണ്ടിന്റെ സൈഡിൽ തെങ്ങുകൾ തന്നെ വെച്ച് പോയിട്ടുണ്ട്. അപ്പൊ അതിൽ അത്യാവശ്യം ഞങ്ങളുടെ ഏരിയയിലേക്ക് നല്ല പോലെ നാളികേരൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് ഒന്നും പോയില്ല. ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ചകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ തന്നെ നിന്ന് അത്യാവശ്യം കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരിക്കൽ ഇവിടെ വന്ന് പോയിട്ടുണ്ട്. ഒരിക്കലല്ല, പലതവണ ഇവിടെ വന്ന് പോകാറുണ്ട്. നമ്മൾ തൃശ്ശൂർ പോകുമ്പോൾ ഇടയ്ക്ക് ഈ വഴിയൊന്ന് കയറി ഇവിടുത്തെ ഭംഗിക്കും കണ്ടു പോകാനൊക്കെ ആയിട്ട് രസമാണ്. നമ്മൾ കാറിൽ വരുമ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് ആദ്യം കുറച്ച് കുണ്ടും കുഴിക്കായിരുന്നു. ഇപ്പൊ ടാറൊക്കെ ഇടുന്ന നല്ല അടിപൊളിയുണ്ട്. എങ്കിൽ കൂടെയും 2 വീലറും വരുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷെ കാറിൽ വരെ നല്ല സൗകര്യമാണ് കേട്ടോ. എല്ലാവരും ഫാമിലിയാണ് ഇവിടെ കൂടുതലും വരുന്നത്. ഈ വഴി അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു വൈബാണ്. നമുക്ക് പ്രത്യേകിച്ച് ചിലപ്പോൾ ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാന്നെങ്കിൽ തോന്നും. കയാക്കിങ്ങും ബോട്ടിങ്ങും ഇപ്പം എത്ര പേരും ചെയ്യും എന്നുള്ളത് നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്കിവിടെ വന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. നല്ല ഫുഡൊക്കെയും കഴിക്കാം. കയാക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടവഞ്ചിയിൽ എല്ലാവരും കയറും. ഒരുമാതിരിപ്പെട്ട ആൾക്കാരും കുട്ടവഞ്ചിയിൽ കയറുന്നുണ്ട്. അതൊക്കെ ഒരു എൻജോയ്മെന്റ് തന്നെയാണ്. അവിടെ നിന്നും നേരെ പോയത് താമരപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ്. താമരപ്പാടത്തെ ഒരു ചായക്കടയും അതുപോലെ തന്നെ അത്യാവശ്യം ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വേണമെങ്കിൽ എല്ലാവരോടും താങ്ക് യു, ബൈ.